ഹലോ, ഇന്നേ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ കർട്ടൻസൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കഴുകിയെടുക്കാം, അതുപോലെ തന്നെ ഞാനിത് മെഷീനിലിട്ടിട്ട് തന്നെയാട്ടോ കഴുകിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കഴുകിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ റമദാനൊക്കെ വരികയല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് എല്ലാ ജോലികളും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ നോക്കി നടക്കില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് എല്ലാം ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്, വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ കാട്ടൺ റോഡിൻ്റെ എൻഡ് ക്യാപ്പൊക്കെ ഊരി മാറ്റാം. എന്നിട്ട് നമ്മുടെ ഈ പാവാടയുടെ ചുരിദാറിൻ്റെയൊക്കെ വള്ളി അങ്ങനത്തെയുള്ള വള്ളികൾ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഓരോ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ കയറ്റി വിടുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് ഇത് ഇങ്ങനെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ മെഷീനിലൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വലിച്ച് നല്ലതായിട്ട് മുറുക്കി കെട്ടിയിടുക കേട്ടോ. എന്നിട്ട് ഊരി എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴുകി കഴിഞ്ഞ് വിടുത്തി ഇടുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ വിടുത്തി ഇട്ടാൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും. അപ്പോൾ അത് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, പെട്ടെന്ന് ഊരി എടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി മെഷീനിലിട്ട് കൊണ്ടുപോയിടുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കഴുകാൻ പറ്റും. ഫ്രണ്ട് ലോഡിങ് ആണ്. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ കഴുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. പിന്നെ അത് തന്നെയല്ല, ഇത് ഒരുപാട് ഇങ്ങനെ ചുരുണ്ട് കൂടത്തൊന്നുമില്ല. നമ്മൾ സെമി ഓട്ടോമാറ്റിക്കൊക്കെ ഇങ്ങനെ കെട്ടുകൂടി വരും പോലെയൊക്കെ വരില്ലേ. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ അങ്ങനെ ഒരു എളുപ്പമുണ്ട് കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ സാധാരണ പോലെ നമ്മൾ മെഷീനിൽ നമ്മുടെ ബക്കറ്റിൽ കുറച്ച് സോപ്പ് പൊടി കലക്കിയിട്ട് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് വെറുതെ കഴുകിയെടുത്താലും മതി. അപ്പോഴും നല്ല എളുപ്പമാണ്. കാരണം ഈ കെട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് കഴുകിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിടർത്തിയിടുമ്പോഴാണെങ്കിൽ നമ്മൾ ആ കെട്ടൊന്നും അഴിക്കുന്നില്ല, അതുപോലെ തന്നെ വെച്ചിട്ട് വിടർത്തിയിടുവാണ് കേട്ടോ. ഇത് പിന്നെ മെഷീനിൽ കഴുകിയത് കൊണ്ട് തന്നെ പകുതി ഉണങ്ങി കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കർട്ടൻസൊക്കെ ഉണങ്ങി കിട്ടും. കാരണം വെള്ളമൊക്കെ വാഴ്ന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. ഇനി ഈ കർട്ടൻസൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുക്കണം. കർട്ടനൊക്കെ എപ്പോഴും നല്ലപോലെ തേച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെയാണോ കെട്ടി വെച്ചേണേ അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്നൊന്ന് മടക്കി എടുക്കും പോലെ എടുക്കില്ലേ, അങ്ങനെ അവിടെ എടുത്തേച്ചാൽ മതി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് അങ്ങനെ എടുക്കാനും പറ്റും. എന്നിട്ട് ഇത് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെയോട് തേച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തേച്ചെടുക്കാനും പറ്റും. തേച്ചെടുത്തിട്ട് ഇനി നമുക്കിത് നമ്മുടെ കർട്ടൻ റോഡിലിട്ട് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് കർട്ടൻ റോഡൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ പൊടി കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ കമ്പനിയൊക്കെ അടുത്തുള്ളതുകൊണ്ട് നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. ഇനി നമുക്ക് കർട്ടൻസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു കർട്ടൻ അങ്ങോട്ട് ഇട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതും കൂടെ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ആ ഹോള് അങ്ങനെ നമ്മൾ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. മറ്റേ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്ത് ഭയങ്കര പാടല്ലേ. കർട്ടൻ ഫിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഒറ്റയടിക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, റോഡിലിട്ട് ആ ഒരു പീസ് ഒറ്റയടിക്ക് ഇങ്ങനെ ഇടുകയല്ലേ ചെയ്യണത്. അതാണ് എളുപ്പം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പയ്യൊന്ന് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു പാട് വന്നത്. എന്നാലും കുഴപ്പമില്ല. പിന്നെ സാധാരണ പോലെ തന്നെ അതിൻ്റെ കർട്ടൻ ഇപ്പുറത്തെ സൈഡിലിട്ടൊന്ന് ഒരെണ്ണം ഒന്ന് മാറ്റിയിടുക. പിന്നെ എൻ്റെ ക്യാപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർട്ടൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ AC ക്ലീനിങ്ങിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഈ കർട്ടന് വേണ്ടുന്ന കർട്ടൻ ആക്സസറീസിൽ, അതായത് നമ്മൾ ഡൈനിങ് റൂമും ഡ്രോയിങ് റൂമൊക്കെ തമ്മിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാവില്ലേ, അവിടെ ഇരുന്ന കർട്ടൻ നമ്മളൊരു ടൈ ഇട്ട് ഇങ്ങനെ കെട്ടിയിടാറുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇതാണ് സംഭവം. 199 രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയത്. നല്ല സംഭവമാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.